പുതുവർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ കുട്ടികൾക്കും മമ്മാസ് കിച്ചന്റെ വക എന്നാന്ന് ഒന്നുകൂടി പറഞ്ഞേ. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ പറയും ഒരു നിങ്ങൾക്ക് വേറൊരു ഇടികല്ല് മേടിക്കാൻ മേലെന്ന. ഇന്നിവിടെ മൊത്തം കലാപകലുഷിതമാണ്. കാരണം ഫുൾ മരാമത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുക. അതിന് ഈ സമയത്ത് ചൂടുമ്പോഴാണ് പലപ്പോഴും വീട്ടമ്മമാര് ചെയ്യാൻ മടിക്കുകയും മറക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനത് കേട്ടതായിട്ട് നടിക്കൂല. ഞാൻ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ സംഗതി പാളൂന്ന്. ഇങ്ങനെ കൊടവിരിച്ച പോലെ കുക്കിങ്ങിന്റെ ഇടയ്ക്കാണ് ഹായ് പറയാൻ വന്നത്. അതിനാദ്യമേ ഒരു സോറി പറയുവാണ് കേട്ടോ. രാവിലെ കോഫി വിത്ത് പേപ്പർ. കോഫി എൻ്റെ കോഫി എൻ്റെ പേപ്പർ അപ്പയുടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നൊരു വ്ളോഗ് വീഡിയോ ആകാം അല്ലേ? അപ്പോൾ ഇന്ന് വ്ളോഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വീട്ടിൽ കുറച്ച് മരാമത്ത് പണികളൊക്കെ നടക്കുകയാണ്. മരാമത്ത് പണിയൊക്കെ നടക്കുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ കുറച്ച് മിസ്മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ കുറച്ച് ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഉണ്ട് പുറത്തിരിക്കണേ, അകത്തൊന്നും സ്ഥലമില്ലെന്നേ. കസേരകളെല്ലാം എടുത്ത് പുറത്തിട്ടേക്കുക. മൊത്തം പണികൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ വിശേഷങ്ങളും വഴിയേ പറയാം കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ജെല്ലി പോലെ ഇരിക്കുന്നത്. പൊക്കി ഒഴിക്കാം. അധികം പൊക്കണ്ട, ജെല്ലി. നല്ല രസമല്ലേ ഇങ്ങനെ ജെല്ലി പോലെ വീഴുന്നത്. ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ ഭയങ്കര ടെംപ്റ്റേഷനാണ്. എനിക്കിത് ഓർമ്മ വന്നത് ഞങ്ങളുടെ തിരുമറയിലെ ചാച്ചാച്ച ഞങ്ങൾക്ക് ടിന്നിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് സർവീസിലിരിക്കുന്ന കാലത്ത്. ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ അമ്മ എൻ്റെ അമ്മച്ചിയുള്ള കാലം. അന്നേരം പറയും കൂവയാ ടിന്നില്. എന്നിട്ടത് ഒഴിച്ചോട്ടെ, എന്നിട്ടത് കുറുക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇപ്പോൾ ആ ഓർമ്മ എനിക്ക് എപ്പോഴും ഉണ്ട്. ആ പാലിൽ രണ്ടെണ്ണത്തിലൊന്നും എടുത്തു കൊണ്ടേ. പിന്നെ ഇത് കിട്ടുമെങ്കിൽ ഇന്ന് വീറ്റ് ബ്രെഡ് തീരും. വീറ്റ് ബ്രെഡ് മേടിച്ചു. നാളെ അവർക്ക് കൊടുത്തുകൂടാ. ഞാൻ അതിന് എന്നോട് ചോദിക്കും. ഇന്നലെ പറയാൻ മേലാഞ്ഞോ, കാരണം ഇന്നലെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. മുടി വെച്ച് തുടങ്ങാം നമുക്ക്. അപ്പ ഗോയിങ് ഔട്ടാട്ടോ. ചുവന്ന ഷർട്ട്. അപ്പയ്ക്കപ്പം ചായ കുടിച്ചില്ലല്ലോ, ഗ്രീൻ ടീ തികച്ചില്ല. ആ അന്ന് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. ഈ 4 പാലും വീറ്റ് ബ്രെഡ് കിട്ടിയാൽ മേടിച്ചോ. ഇന്ന് തീരും ബ്രെഡ്. നാളെ രാവിലെ അവർക്ക് കൊടുക്കാന്നോർത്താണ്. വീറ്റ് ഇല്ലെങ്കിൽ മറ്റേത് മേടിച്ചാൽ മതി. എല്ലാവർക്കും വീറ്റല്ലേ താല്പര്യം. വീറ്റ് തന്നെ ഇല്ലാതെ വരണേ. അല്ല, സൺഡേ ചിലപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആണോ? ഇന്നലെ ബ്രെഡ് ഇരുന്നോണ്ടാന്നേ ഞാൻ. ഓ, സൺഡേ സപ്ലൈ ഇല്ല അല്ലേ? മാറ്റിട്ടോ ഇതാ. അമ്മയുടെ ലിസ്റ്റ് എടുത്തോ? ഇല്ലേ? പിന്നെ എന്നാന്ന് ഒന്നുകൂടി പറഞ്ഞേ. എന്ന് വെച്ചാൽ ഓ, എങ്ങനെയുണ്ട്? ചിപ്സ് പോലെ വറുത്ത് വെച്ചേക്കണം. ഓണപ്പപ്പടല്ലേ ഇതാ? ഗിരിജ എടുത്തു തരാറുള്ളതെന്ന് ഞാൻ പറഞ്ഞ മാർജിൻ. ഒട്ടും എണ്ണ കുടിക്കൂല ഈ പപ്പടം. ഇനി വന്നിട്ടായിരിക്കും അപ്പ വീട്ടിൽ പോണത്. പക്ഷെ നമുക്ക് പോയി കഴിഞ്ഞിട്ട് കറിയാണ്. അമ്മ വളരെ വളരെ സൂക്ഷിച്ചാണ് അപ്പക്കുള്ള ഗ്രീൻ ടീ. അതെ, കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വിവരം അറിയുന്നതാണ്. അടക്കട്ടെ. ഇനി ഇതിലേക്ക് വെള്ളം അങ്ങ് ഒഴിക്കും. തിളച്ച വെള്ളം ഒഴിക്കും. ഇപ്പൊ സംഗതി ഫിനിഷ്. അപ്പയും വന്നു. അമ്മയുടെ സൈഡിൽ കൂടെ അപ്പ പോണ്ട്. ഇവിടെ വണ്ടി വന്നേടെ അല്ലാത്തയുടെ നോക്കി വെക്കാം. എന്താന്ന് പറയാം, നമ്മുടെ കൽച്ചട്ടി. അതെ, രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേ കഴുകിയതാ. മയക്കി കഴിഞ്ഞു, രസം ഉണ്ടാക്കി കഴിഞ്ഞു, എന്നിട്ട് കഴുകിയതാ. എല്ലാത്തിന്റെ വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കി. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോ അപ്പാടെ എടുത്ത് വെക്കണം. അധികം നേരം വെയിൽ കൊള്ളിച്ചാൽ കൊള്ളില്ലായിരിക്കും. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ. പറഞ്ഞു തന്നെ നിങ്ങളെ. ഞാൻ ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് വെക്കും. ഇതിന്റെ ഒപ്പം ഇതിന് മാച്ചുള്ള വേറൊരു സാധനം കൂടെ വെക്കാനുണ്ട്. അത് കാണിക്കാം. അതിന് എടുത്തോണ്ട് വരാം ഇപ്പൊ തന്നെ. എന്നിട്ട് കാണിക്കാം. കൽച്ചട്ടിയുടെ അനിയൻ കുഞ്ഞിടികല്ല് ചട്ടി. അപ്പൊ ഒട്ടിച്ചു വന്നതാ കല്ല്. പൊട്ടിപ്പോയത് ഓർക്കണില്ലേ? ഇത് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ചാ ഒട്ടിച്ചത്. ഒരു പ്രാവശ്യം ഒട്ടിച്ചിട്ട് നിന്നില്ല. രണ്ടാമത് 2 ട്രിപ്പായിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് വീണ്ടും അപ്പൊ ഫെവിക്വിക്കാന്ന് തോന്നണം. എന്തോ പശ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഇന്നേ വരെ വിട്ടുപോയിട്ടില്ല. ഇവിടെ വെക്കാം. ഇപ്പൊ അത് കേൾക്കുമ്പോ ഇല്ലേ
ആരെങ്കിലുമൊക്കെ പറയും നിങ്ങൾക്ക് വേറൊരു ഇടികല്ല് മേടിക്കാൻ മേലേന്ന. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ ചില കത്തികൾ, ചില കലങ്ങൾ, ചില ചെരുവങ്ങൾ, സോസ്പാനുകൾ ഇങ്ങനെ നമ്മുടെ കൈക്ക് ഇണങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഭൂരിഭാഗം ഉള്ളവർക്കും ഉള്ള ഒരു സ്വഭാവമായിരിക്കും അത് തന്നെ നമുക്ക് പിടിക്കണം. എന്നാന്ന് വെച്ചാൽ അത് അങ്ങ് യൂസ്ഡായി നമ്മളപ്പോൾ അതിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അത് കയ്യിൽ കിട്ടിയാൽ ഒരു മുറുക്കമുള്ളൂ. അല്ലാണ്ട് ഇത് പലരും എന്നോട് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാ വേറെ ഒരെണ്ണം മേടിക്കാൻ മേലേന്ന് കമൻറ്റുകളിൽ വന്നതാ. അപ്പം മേടിക്കാൻ മേലാഞ്ഞിട്ടല്ല, നമുക്ക് യൂസ് ചെയ്യാവുന്ന കാലം അത് യൂസ് ചെയ്യുക. പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ വേറെ നമ്മൾ മാറി മേടിക്കും, വേറെ എടുക്കും. അപ്പം ഈ ഒരു സംഗതി പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് നമുക്ക് താല്പര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതെ, ഇത് രണ്ടും ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ഇത് മാമ്പഴക്കറി ആയിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും വർക്കിംഗ് ഡേയിൽ ഞാൻ എന്തെങ്കിലും പാചകം ഇതിൽ ചെയ്തൊന്നും ഇരിക്കും. അത് എൻ്റെ ഇതുപോലെ ഇരിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോൾ അവിയലോ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കിയതും ഇരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഉണക്കി അകത്തേക്ക് വെക്കാമെന്ന് ഓർത്താൽ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. ഓക്കെ. ഇങ്ങനെ നാര് പിന്നെ ഇതിൻ്റെ അറ്റം കണ്ടോ, ഇങ്ങനെ നാര് വന്നേച്ചാൽ ഒരു വീഡിയോയിൽ ഒരു കൂട്ടർ കാണിച്ചിട്ടുണ്ട് അവരുടെ ഡ്രാഗൺ പൂത്തേക്കണത്. അപ്പോൾ 2 വർഷം ആയതുകൊണ്ട് ചിലപ്പോൾ പൂക്കാൻ സാധ്യതയുണ്ട്. ചായക്കടയിലെ ചായടി പതപ്പിച്ചോ? അപ്പക്ക് പതപ്പിക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അടിക്കാം, ചൂടാറി കഴിയുമ്പോൾ കൊടുക്കണം. അങ്ങനെ പിടിച്ചടിക്കാൻ നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ കേട്ടോ. കണ്ടിക്ക് വേണം. പോരെ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടോ? വെണ്ണ ബിസ്ക്കറ്റ് ഇപ്പം. പിന്നെ വൈകിട്ട് സാൻഡ്വിച്ച്. ഇന്നിവിടെ മൊത്തം കലാപ കലുഷിതമാണ്. അതുകൊണ്ടൊന്നുമില്ല, കാരണം ഫുൾ മരാമത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പറ ഇവിടെ ചെറിയ ഇതാട്ടോ പോളിഷിങ് അങ്ങനെയുള്ള. മരാമത്തെന്ന് ഓർക്കുമ്പോൾ വലിയ കെട്ടിട പണിയാന്ന് ഓർക്കും. അതൊന്നും അല്ല കേട്ടോ. ചുമ്മാ തടിപ്പണികൾ, ചെറിയ പോളിഷിങ്, വാതിൽ പോളിഷിങ്, അങ്ങനെയൊക്കെയുള്ള പറമ്പിൽ ചെറിയ വെട്ടിക്കുത്ത് കളകളൊക്കെ. ഓക്കെ. അമ്മ കാപ്പിയാണോ ചായയാണോ? ഞാൻ ചായ. ജ്യൂസാണോ വെള്ളമാണോ? അതിന് ഈ സമയത്ത് ജ്യൂസും വെള്ളമാണോ? വെള്ളം ഇഷ്ടം പോലെ കുടിച്ചോണ്ടിരിക്കണം. അതേ വെള്ളം കുടിക്കണ കുപ്പിയാ, ഇങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും. നല്ല കാര്യം, വെള്ളം കുടിക്കണം നല്ലോണം. പലപ്പോഴും വീട്ടമ്മമാര് ചെയ്യാൻ മടിക്കുകയും മറക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണത്. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് വരെ വളരെ കുറവായിരുന്നു വെള്ളം കുടിക്കൽ. എല്ലാവരും എന്നോട് ഇവിടെ അപ്പം എപ്പോഴും പറയില്ല വെള്ളം കുടിക്കണം. ഞാൻ ശ്രദ്ധിക്കാറേയില്ല, ഞാനത് കേട്ടതായിട്ട് നടിക്കൂല. പക്ഷെ അസിഡിറ്റി പ്രോബ്ലം വന്നതിന് ശേഷം ഞാൻ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ സംഗതി പാളൂന്ന്. അതോടുകൂടി ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷെ എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം. അത് സാരമില്ല, വെള്ളം കുടിച്ചോളുക. യൂറിൻ പാസ് ചെയ്യേണ്ട സമയത്ത് പോയി യൂറിൻ പാസ് ചെയ്യുക. വീട്ടിലല്ല ഇരിക്കുന്നത്. അതെ. പിന്നെ വേനൽക്കാലത്ത് കുറെ വേർപ്പായിട്ട് പോകും. ഇപ്പൊ മൂത്രത്തിന്റെ അത്രയും മൂത്രം പോക്ക് അത്ര ഉണ്ടാവൂല. മഴക്കാലത്ത് വേർപ്പില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോണം. അത് കുഴപ്പമില്ല, വെള്ളം കുടിക്കുക ഇഷ്ടം പോലെ എല്ലാ വ്യക്തികളും ഇല്ലേ. പിന്നെ ചിലർക്കൊക്കെ പല അസുഖങ്ങളുള്ളവർ ചിലപ്പോൾ ഡോക്ടറൊക്കെ പറയണനുസരിച്ച് ചെയ്താവുള്ളൂ. എനിക്ക് എന്നോട് വെള്ളം കുടിക്കാനാ പറഞ്ഞേക്കണം, കുടിക്കാവുന്നിടത്തോളം. അപ്പൊ ബ്രൂ കുടിച്ചോളൂ, ഉണ്ടാക്കിട്ടെ. പണി കഴിഞ്ഞോ? കസേരയൊക്കെ എടുത്തിട്ടുണ്ടോ? വാതിൽ ഫിറ്റ് ചെയ്ത് വെക്കുവായിരുന്നു. അവിടെ കേക്ക് ഇവിടെ നോക്കി, അടി നല്ല ഇതാ, മുകളിലേക്കില്ല, പൊക്കയില്ല, ശാന്തി. അപ്പത്തും വെട്ടി തൂണിട്ടതാണ് കൊണ്ട് തൊഴുത്തിന് തേക്കിലല്ലേ പണ്ട്. അമ്മച്ചി എപ്പോഴും പറയില്ലായിരുന്നു, മരിക്കുന്നവരെ പറയായിരുന്നു. ഏതാ ഒരു തേക്ക് ഫുള്ള് വെട്ടിയോ? ഒരു തേക്ക് വെട്ടിയിട്ട് ആ വെട്ടിയ ഭാഗത്തുനിന്ന് കിളുത്ത് വന്ന തേക്കാ നിക്കണത്. അതുകൊണ്ട് ഇങ്ങനെ മുരടിച്ചിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ആയിട്ട് നിക്കണേ, സൈഡ് ഇങ്ങനെ പൊങ്ങി ഒരു ഉപയോഗം ഇല്ലാതെ നിൽക്കുമായിരുന്നു. തടിയില്ല, ഇത്ര ഇങ്ങനെ ഒരു എന്റെയൊക്കെ ഇത്രയും പൊക്കത്തിന് മാത്രം അടിഭാഗം ഇച്ചിരി വണ്ണമുണ്ട്, മുകളിലേക്ക് നേർത്ത് പല കമ്പുകളായിട്ട് പോയി ഇങ്ങനെ കൊട വിരിച്ച പോലെ. നമ്മുടെ പറമ്പിലേക്കായിരുന്നു ചോലയായിട്ട് ശല്യം. അതൊക്കെ പിന്നെ കാണിക്കാം. ഓക്കെ. തീർന്നല്ല, കാണാനില്ലല്ലോ. അത് കുടിക്കണം. നാളെ ഏത്തക്കായി മൺപേരൊക്കെ വെക്കാം. ഒരു
ഒരു 2 ആഴ്ച ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ശ്രീദേവി എന്ന് പറയുന്ന ഒരു ലേഡി അവരുടെ കുട്ടിക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞായിരുന്നു. LKG ചേർന്ന കുട്ടിയാണ്. കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രീദേവിയുടെ മോന് LKG പ്ലേ സ്കൂളല്ലല്ലോ, LKG ചേർന്നിരിക്കുന്ന മോന്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല. മോന് ഒരു ഹായ് തരുന്നതോടൊപ്പം പുതുവർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ കുട്ടികൾക്കും മമ്മാസ് കിച്ചൻ്റെ വക നല്ല ഒരു അധ്യയന വർഷം നിങ്ങൾ സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പുതിയ ചേർന്ന കുട്ടികൾക്കും പ്ലേ സ്കൂളിലേക്കുള്ളവർക്കും KG-കാർക്കും ഉപരിപഠനത്തിനുള്ളവർക്കും എല്ലാം ഞങ്ങളുടെ അകമഴിഞ്ഞ ആശംസ പറയുന്നു കേട്ടോ. അവർക്കെല്ലാവർക്കും ഒരു ബിഗ് ഹായും തരുവാണേ. അപ്പം ഹായ് വീഡിയോ ഇവിടെ പറഞ്ഞ് കുറേ നാളുകളായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് ഹായ് തരുമോന്ന്. അപ്പം ആദ്യമേ തന്നെ ഒരു സോറി പറയുവാണ്. കാരണം നിങ്ങൾ ഹായ് തരുമോന്ന് ചോദിച്ചിട്ട് ഓരോ വീഡിയോയും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണുണ്ടാവും വരുമ്പോൾ അതിൽ ഹായ് പറഞ്ഞിട്ടുണ്ടോയെന്ന്. അത് പറയാതിരിക്കാൻ വൈകണേ എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറയാറില്ലേ സാറ്റർഡേ സൺഡേ ആ വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ എടുക്കണ വീഡിയോ ഇവളിങ്ങനെ ഓരോ ആഴ്ചത്തേക്ക് ഇങ്ങനെ ഓരോന്നേന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആ വീഡിയോകളിൽ ഒന്നും ചിലപ്പോൾ ഹായ് തന്നിട്ടുണ്ടാവില്ല ഞാൻ. പിന്നത്തെ സാറ്റർഡേ സൺഡേ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇത് പറയേണ്ടതായിട്ട് തന്നെ. അത് പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഡിലേ വരും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞും ഹായ് വരാറില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വരണേൻ്റെ 1.5 ആഴ്ച കഴിഞ്ഞ് വരണേൻ്റെ കാരണം ആ ആഴ്ച ചിലപ്പോൾ വീഡിയോ ഓൾറെഡി എടുത്ത് കാണും. ഇപ്പം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഏതെങ്കിലും വർക്കിംഗ് ഡേയിലായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം ഡെയിലി വീഡിയോ ചെയ്യണില്ലല്ലോ ഞങ്ങൾ. സാറ്റർഡേ സൺഡേ ചെയ്യുമ്പോൾ പിന്നെ നെക്സ്റ്റ് വീക്കെൻഡിലായിരിക്കും അത് ഓർക്കണത്. അന്നേരം ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വീഡിയോ എടുക്കാൻ പറ്റും, ചിലപ്പോൾ ഹായ് പറയാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും, ചിലപ്പോൾ വിട്ടുപോകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഡിലേ ആയിപ്പോണേ. പിന്നത്തെ ആഴ്ചയായിരിക്കും ഇവള് പറഞ്ഞ അമ്മ ഒത്തിരി പേർക്ക് ഹായ് കൊടുക്കാനുണ്ട്, അത് വേണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ നിന്നത് പറയണത്. പറഞ്ഞ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് വീഡിയോ വന്നതിന് ശേഷമായിരിക്കും വരണതും. അപ്പൊ അതുകൊണ്ടാണ് ഡിലേ വന്നത്. അതിനാദ്യമേ ഒരു സോറി പറയുവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡെയിലി എടുക്കണവർക്കാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ട് അതിന്റെ അടിയിൽ നോക്കുമ്പോ ഹായ് തരുമോ എന്ന് ചോദിക്കുമ്പോ പിറ്റേ ദിവസം വീഡിയോ ചെയ്യുമ്പോ തന്നെ അതിൽ ഹായ് പറയാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ചെയ്യണില്ല എന്ന് മാത്രമല്ല, വീക്കെൻഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണോണ്ട് ഓരോരോ വീഡിയോകള് ഓർഡർ അനുസരിച്ച് വരും. അപ്പൊ പിന്നെ കുറച്ച് ഡിലേ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി പേര് പറഞ്ഞോ, ഞാൻ പറയാം. മഞ്ജുഷ. രണ്ടുപേരുടെ പേര് ഒന്നിച്ചേർത്ത് പറഞ്ഞോ. മഞ്ജുഷ പിന്നെ ബിന്ദു ഷാജി വയനാട്. അപ്പൊ മഞ്ജുഷയ്ക്കും ബിന്ദു ഷാജി വയനാടിനും ഈ തണുപ്പ് കാലത്ത് ഉള്ളി ബജി ഉണ്ടാക്കിക്കൊണ്ടൊരു ഹായ് തരുവാണ്. ഹായ്. പിന്നെ താഹി. അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. താഹിക്ക് ഒരു ഹായ് തരുവാണ്. പ്രിയ വിനോദിന് ഒരു ഹായ് തരുവാണ്. ധന്യക്ക് ഒരു ഹായ് പറയുവാണ്. ആശ ഫ്രം മസ്കറ്റിന് ഇതിലൂടെ ഒരു ബിഗ് ആൻഡ് സ്മോൾ ഹായ്. പിന്നെ ആരണ്യ രമേഷിന് ഒരു ഹായ് തരുവാണ്. ഷേർലി വർഗീസ് സ്ഥിരം കമന്റ് എവിടെ നാടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഷേർലി എപ്പോഴും കമന്റ് പറയാറുണ്ട്. ഷേർലി വർഗീസ് ഒരു ഹായ്. രാഖി സുരേഷിന് ഒരു ഹായ്. പിന്നെ രാഖി ശങ്കരൻ എന്റെയും ഹായ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാഖി ശങ്കരൻ ചേച്ചിയാണോന്ന് എനിക്ക് അറിയില്ല. എന്റെയും അമ്മയുടെയും വക ഹായ് അല്ലെ. രണ്ടുപേരുടെ വകയും ഒരു ഹായ് പറയൂ കേട്ടോ. പേര് പറ. രാഖി ശങ്കരൻ ഒരു ഹായ്. ശ്രീദേവി അത് ആന്റി ആന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരി കമന്റ് ഇടുന്നതാ. എന്നിലും എളുപ്പമാണോന്ന് എനിക്കറിയില്ല. മുതിർന്ന ആളാണെങ്കിൽ ക്ഷമിച്ചേക്ക്, പേര് പറഞ്ഞതിൽ ചേച്ചി എന്ന് പറയണ്ട, മെൻഷൻ ചെയ്യണം. എനിക്കറിയില്ലാത്തോണ്ട് ശ്രീദേവി എന്ന് പറയുകയാണ്. ശ്രീദേവിക്ക് ഒരു ഹായ്. ഐശ്വര്യ ബേബി ഫ്രം കോലഞ്ചേരി ഞാനും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രത്യേകം ഹായ് ഉണ്ട് കേട്ടോ. രണ്ടുപേരുടെ ഐശ്വര്യ ഫ്രം കോലഞ്ചേരി ഹായ്. 5 വർഷം കോലഞ്ചേരിക്കാരി കേട്ടോ ഞാനേ. പിന്നെ രഞ്ജു അജോനൊരു ഹായ് പറയുവാണ്. ശാരിക നിഹൻ സാരി. ശാരിക എന്ന് പറഞ്ഞു അമ്മ. ശാരികക്ക് ഒരു ഹായ് കേട്ടോ. ഹായ്. ശൈലജ ഫ്രം കൊല്ലം ആന്റി. കൊല്ലം ജില്ലയാണ് കേട്ടോ. ആന്റി സ്ഥിരം നമ്മുടെ വാച്ച് ചെയ്യുന്നതാണ്. ശൈലജ കമന്റ് ഒക്കെ ഇടാറുള്ളതാ. അതെ അല്ലേ. ഒരു സംശയം ഞാൻ ഇതിൽ ചോദിക്കുവാണ്.
ശൈലജ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പുള്ളിക്കാരി ആയുർവേദ ഡോക്ടറാട്ടോ. പുള്ളിക്കാരി ആണോന്നും അറിയില്ല. അല്ലേ ആരായാലും ശൈലജയ്ക്ക് ഒരു ഹായ്. സ്ഥിരം നമ്മുടെ വ്യൂവർ ആട്ടോ. നമ്മുടെ ഒത്തിരി ഫേവർ ചെയ്ത് കമന്റ് ചെയ്യാറുണ്ട്. ഒത്തിരി സന്തോഷം ആന്റി. ശ്രീജ സുന്ദർ. ശ്രീജ സുന്ദറിനൊരു ഹായ്. അഞ്ജുവിനൊരു ഹായ്. അഞ്ജു കുഞ്ഞപ്പനാണോ പോലും. അഞ്ജുവിനൊരു ഹായ്. സരിത പ്രഭാതിനൊരു ഹായ്. ഷൈനി സുരേഷ് ഇന്നലെ ഇന്നലെ ഞാൻ പേര് മെൻഷൻ ചെയ്തല്ലോ, ഒരു ഹായ്. അത് നിർത്തിക്ക് ഇത് കൊരണം പോയിട്ട് പറയാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പൊ അടുത്തതാ ഞാൻ വരുവാണ് പറഞ്ഞു. രേണു ഇൻഷുറുണ്ടോ? ഇല്ല. രേണുവിനൊരു ഹായ്. പിന്നെ ട്രീസ നമുക്ക് സ്ഥിരം കമന്റ് ഇടാറുണ്ട്. ഞാൻ കാണാറുണ്ട്. ട്രീസയ്ക്ക് ഒരു ഹായ്. ഇടത് കൈ കൊണ്ടാട്ടോ തന്നെ ഇതിൽ ഇങ്ങനെ ഇരിക്കും, അളിഞ്ഞ കൈ. ട്രീസ. പിന്നെ മാളു ദേവനന്ദ ദേവസൂര്യ. 3 പേർക്ക്, ഇത് ഒരു വീട്ടിലെ പിള്ളേരെ 3 പേർക്കും ബിഗ് ഹായ്. പിന്നെ അഞ്ജു ഷൈജുവിനൊരു ഹായ്. പിന്നെ റിനുവിനൊരു ഹായ്. പിന്നെ ലക്ഷ്മി ആന്റി ആണ് യദുവിന്റെ അമ്മ. ലക്ഷ്മി ആന്റി യദുവിന്റെ അമ്മയായ ലക്ഷ്മിക്ക് ഒരു ഹായ് പറയൂ കേട്ടോ. അതെ. പിന്നെ നളിനി ആന്റി. നളിനിക്ക് ഒരു ഹായ്. പിന്നെ ഇത്രേ ഉള്ളൂ. ഈ ലോട്ടിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ ഹായ് എല്ലാവരും ഈ റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി കാണും. ഈ ഹായ് പറയാൻ വൈകുന്നതിന്റെ കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനോടകം മനസ്സിലായി കാണും. പിന്നെ ഞാൻ എപ്പോഴും ഹായ് പറയുമ്പോൾ ചിലപ്പോൾ കിച്ചണിൽ നിന്നിങ്ങനെ പാചകം ചെയ്യണതിൻ്റെ ഇടയ്ക്കായിരിക്കും ഹായ് തരണത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ മെൻഷൻ ചെയ്ത് പറയണത്. അത് നിങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളണുണ്ടെന്ന് ഞാൻ കരുതണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്ത് പറയുമ്പോൾ എനിക്ക് അത് എല്ലാ വീഡിയോസിലും എല്ലാവർക്കും വരണതാണെങ്കിലും ഞാൻ പറയുവാണേ അറ്റൻഡൻസ് വിളിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പറയണവരും പറയാത്തവരും ഒന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എന്നോട് ഹായ് പറയണമെന്ന് പറയുമ്പോൾ ആ മൊമെൻറ്റിൽ പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ടൈം കിട്ടുമ്പോൾ അവർക്ക് ഹായ് കൊടുക്കും. അതിന് ഇതായിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ പറയണവർക്ക് വേണ്ടി പറയും. പിന്നെ എൻ്റെ ശൈലി ഇതാന്ന് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പം എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് ഞാൻ കരുതണം. മഴയൊക്കെ പെയ്ത് തണുത്ത് കാണും. അപ്പൊ ഞങ്ങളുടെ ഉള്ളിവട മറച്ചിടാറായി. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ലോങ് വീഡിയോ ആക്കണ്ടെന്ന് കരുതിയാ ഈ ഇത്ര ലോട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും പറയാം കേട്ടോ. ഓരോ വീക്കെൻഡിലാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഡിലേ ആയി പോണത്. അപ്പൊ നിങ്ങള് റെഗുലർ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തു. അപ്പൊ ഓരോരുത്തരുടെ പേരുകളും ഇതുപോലെ വരും. ഓക്കെ. ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്തപ്പോ അമ്മയ്ക്ക് സന്തോഷമായോ? പോളിഷ് കഴിഞ്ഞില്ലല്ലോ. എന്നാലും തുടങ്ങിയപ്പോ സന്തോഷമായോ? ഇനി മഴയും കൂടെ അല്ല, ഇനി ഒരു ദിവസവും കൂടെ ആയ സ്പ്രേ സ്പ്രേ ഇത് കൊണ്ടുവന്നാ ചെയ്യണത് പോളിഷിങ്. അപ്പൊ അവര് മെഷീനുമായിട്ട് വരും. മിക്കവാറും മൺഡേ ആയിരിക്കും. മഴയാണെങ്കിൽ വരൂല കേട്ടോ. അവര് പറഞ്ഞു ടോർച്ചുള്ള ദിവസം മാത്രമേ വരുവുള്ളൂ. അത് സ്വല്പം ഒന്ന് വെയിൽ കൊള്ളിക്കണമെന്ന്. പുറത്തിട്ടല്ലേ ചെയ്യണത്. വെയിലില്ലെങ്കിൽ അത് ശരിയാവൂല, ഉണങ്ങൂലെന്നാ. അപ്പൊ ഇത് പോളിഷിങ് മാത്രം ചെയ്യണ ചേട്ടനല്ലേ, പെയിന്റിങ് എടുക്കണ ആളല്ല. അപ്പൊ പ്രൈമറൊക്കെ അടിച്ചതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇതിന് മാത്രം കാണാനൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാം പഴയ വീട്, പഴയ ഫർണിച്ചർ, പഴയ ഉപകരണങ്ങളെല്ലാം പഴയതാ. ഞങ്ങളും പഴയതാ. അതെ. ഓക്കെ. നോക്കാം.